സഹിക്കുന്ന സ്നേഹം, എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം, എല്ലാം വിശ്വസിക്കും സ്നേഹം, എല്ലാം ഓർക്കുന്ന സ്നേഹം, യേശുവിൻ സ്നേഹം. ഞാൻ ഒരിക്കലും ഒരു അനാഥശാല നടത്തുന്ന ഒരാളെ കണ്ടിങ്ങനെ സംസാരിച്ചതല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എവിടെ ആയിരുന്നു? നമുക്കറിയാവുന്നൊരു പയ്യനാ. അച്ഛാ, ഞാൻ ഗ്രാമത്തിൽ പോയിരുന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് ഗ്രാമത്തിൽ വർക്കൊന്നും ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഗ്രാമത്തിൽ പോയത്? അച്ഛാ, പിള്ളേരില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, എന്താ പിള്ളേരില്ല? അനാഥ പിള്ളേരില്ല അച്ഛാ. അനാഥശാല നടത്തുന്ന ആളാ. ഞാൻ പറഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ മോനെ, ഇന്ത്യയിൽ അനാഥ പിള്ളേരില്ലെന്നുള്ളൊരു ദിവസം കേൾക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുക. കാര്യം അനാഥ പിള്ളേരില്ല എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. പിന്നെ നമ്മളെന്തിനാ ജീവിക്കുന്നത്? അപ്പൊ അനാഥശാല പൂട്ടിയാൽ നടത്തുന്നവൻ അനാഥനായി പോകും. അതാ പ്രശ്നം. അനാഥശാല പൂട്ടിയാൽ പിള്ളേർക്കല്ല പ്രശ്നം, ആർക്കാണ്? നടത്തുന്നവൻ അനാഥനായി പോകും. അവൻ പാവമായതുകൊണ്ട് പിന്നെ നമ്മളെങ്ങനെയാ ജീവിക്കുന്നതെന്ന് ചോദിക്കാത്തവരും ജീവിക്കുന്നു അങ്ങനെയാ. ഇതാണോ മിഷൻ? ഈസ് ഇറ്റ് എ മിഷൻ? നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? അവിടെ ഞാൻ പറഞ്ഞത്, അനാഥശാല നടത്തുന്നതിന് വേണ്ടിയും ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയല്ല. ആർക്ക് വേണ്ടിയാണ്? ഇപ്പം പലപ്പോഴും നടത്തുന്നവർക്ക് വേണ്ടിയും. അത് മിഷനല്ല, അത് ദൈവികമല്ല. നമ്മൾ കൊടുക്കാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. വി ആർ ഹിയർ ടു സ്പെൻഡ്, വി ആർ ഹിയർ ടു ലിവ് ഫോർ അതേഴ്സ്. എനിക്കൊരു മിഷൻ ഉണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയല്ല. ഞാൻ എപ്പോഴും ടാങ്ക എന്ന് പറയുന്നത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഞാൻ ഒരു സ്ഥലത്ത് ഒരു ക്രൂസൈഡിൽ പ്രസംഗിക്കുക. ക്രൂസൈഡിൽ ഞാൻ അവിടെ ചെല്ലുന്നത് കുറച്ച് താമസിച്ചാണ് ചെല്ലുന്നത്. മീൻസ് ട്രാവൽ ചെയ്ത് ഒത്തിരി 1200 കിലോമീറ്റർ വഴിയിൽ, നല്ല വഴിയുമല്ല. അങ്ങനെ ഞാൻ ട്രാവൽ ചെയ്ത് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ക്രൂസൈഡ് തുടങ്ങി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 4 o'clock. 4 o'clock നമ്മളെ തുടങ്ങി. 4 o'clock ആയ സമയത്താണ് 4 to 7 നമ്മൾ പരസ്യം ക്രൂസൈഡിലൂടെ വെച്ചിരിക്കുന്നത്. 4 to 7:30. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു ചന്തയാ. അവിടെ ഒരു 500 മുതൽ 700 കടകളുണ്ട്. അല്ല, ഈ ചിന്തിക്കട എന്നൊക്കെ പറയുന്നത് കൊച്ചു കൊച്ചു കടകളാണ്. ഈ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എല്ലാം വിൽക്കുന്ന കടയാണ്. അപ്പം ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര തകൃതിയായ കച്ചവടമാണ്. ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 7:30 ആയി. നോക്കിയപ്പോഴത്തേക്ക് ഒറ്റ കട പോലും ഇല്ല അവിടെ. കാര്യം ഇവരിതിൻ്റെ തൂണ് പോലും ഒരു ഉന്തുവണ്ടിയെ കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോൾ ഇത് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യും. വൈകുന്നേരം 7 മണിയാകുമ്പം തൂൺ ഉൾപ്പെടെ അഴിച്ചുകൊണ്ട് അവർ വീട്ടിൽ കൊണ്ടുപോകും. കാര്യം തൂൺ അവിടെ കിടന്നാലും തിരിച്ചു വരുമ്പോൾ കാണത്തില്ല ചിലപ്പം. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ, ഇത്രയും അറ്റാച്ച്മെൻറ്റ് എനിക്ക് എൻ്റെ മിഷനോടാണെങ്കിലും ഉണ്ടാകാവൂ. വൈകുന്നേരം പൂട്ടിക്കെട്ടി കൊണ്ടുപോകാവുന്ന ഒരു പെട്ടിക്കട, അതിൽ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഒരു മിഷനോട് പോലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു സംഘടനയോട് അതിൽ കൂടുതലൊരു ബന്ധം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ തകർന്നു പോകും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മളെ തകർത്ത് കളയുന്നത് സംഘടനയോടുള്ള നമ്മുടെ അറ്റാച്ച്മെൻ്റാണ്. ജീസസ് മിഷൻ പൂട്ടിയാൽ ഞാനത് കരയാനൊന്നുമില്ല. ജീസസ് പൂട്ടായിരുന്നാൽ മതി. ബിക്കോസ് ഞാൻ ജീസസിൻ്റെ ആളാണ്, ജീസസ് മിഷൻ്റെ ആളൊന്നും അല്ല. എനിക്ക് അത്രയ്ക്കുള്ള ബന്ധം. ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി കണ്ടെത്തിയിരിക്കുന്നത് യേശുവുമായി ബന്ധപ്പെടുത്തിയാണ്. ഞാനൊരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെടുത്തി അല്ല എൻ്റെ ഐഡൻറ്റിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയല്ല കർത്താവ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണ്. എനിക്ക് അത്രയും മതി. അപ്പോൾ എനിക്ക് ജനങ്ങളോടുള്ള സ്നേഹം, അല്ല സംഘടനയല്ല എനിക്ക് വിഷയം, എൻ്റെ വളർച്ചയല്ല, എനിക്കതൊന്നുമല്ല. എനിക്ക് എങ്ങനെങ്കിലുമൊക്കെ നമ്മൾ തത്തിപ്പതി അതല്ല. ഐ ലവ് പീപ്പിൾ, ഐ നീഡ് ടു ലവ് പീപ്പിൾ. യേശുവിൻ്റെ പ്രത്യേകത ഏതാണ്? യേശു അധികാരമുള്ളവനാണ്. അവൻ ശാസിക്കേണ്ടവനെ ശാസിക്കുന്നവനാണ്. അവന് ദേഷ്യപ്പെട്ടിട്ടല്ല, ദേഷ്യം ഉണ്ടായിട്ടല്ല, അവരോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നത് മർക്കോസിന് ശേഷം 1-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസറായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നു. നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അവനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവിനെ ഇഴച്ചു ഉറക്കം നിലവിളിച്ചുകൊണ്ട് അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇത് പുതിയ ഉപദേശം, അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു, അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു. നോക്കെ, പള്ളിയിൽ അശുദ്ധാത്മാവ്, പുറത്തല്ല, എവിടെയാണ്? പള്ളിയിൽ. അപ്പോൾ യുവമാരകത്തും കയറും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. പള്ളി വന്ന് പ്രാർത്ഥിക്കുന്നവര്, സഭാഹോളിലിരുന്ന് ആരാധിക്കുന്നവര് എല്ലാവരും പരിശുദ്ധാത്മാവിലാണെന്നൊന്നും ചിന്തിക്കണ്ട. പള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നിങ്ങൾ വലിയ പള്ളിയൊന്നും ചിന്തിക്കണ്ട. നിങ്ങളുടെ സഭാഹോളിൽ വന്നിരുന്ന് ആരാധിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുന്ന എല്ലാവരും പരിശുദ്ധരാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഇവൻ ഇതുവരെ ഒരു കുഴപ്പവും കാണിച്ചിട്ടില്ല. യേശു വന്നപ്പം അശുദ്ധാത്മാവ് ഇളകി. എന്തുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ഇളകാത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ സഭയിൽ യേശു ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ സഭയിലെങ്ങാനും യേശു കയറി വന്നു കഴിഞ്ഞാൽ എത്ര എണ്ണത്തിന് ഇളകുമെന്നുള്ളത്
അന്നേരം അറിയാം ഇവരൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്തില്ലാത്തതുകൊണ്ടാണ്, യേശു സഭയിലേക്ക് ആ രീതിയിൽ വരാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ കാര്യം അശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്താ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അതായത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ലെന്ന് ചുരുക്കം. നമ്മുടെ സഭയിൽ യേശു ഉണ്ടെങ്കിൽ എന്തുണ്ടാകത്തില്ല? അശുദ്ധാത്മാവ് ഉണ്ടാവുകയില്ല. അശുദ്ധാത്മാവ് ഉള്ള ഒരു സ്ഥലത്തേക്ക് യേശു വരുമ്പോൾ നാച്ചുറലി അശുദ്ധാത്മാവിന് പുറത്ത് പോയാലേ പറ്റൂ. വെളിച്ചം വരുമ്പോൾ ഇരുളിന് അവിടെ നിൽക്കാനായിട്ട് കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു ഫാക്റ്റാണ്. ഇവനൊരു പക്ഷേ ഇന്നലെ വരെ കൊയർ ലീഡ് ചെയ്തത് ഇവനായിരിക്കും, ആർക്കറിയാം? നമുക്കറിയില്ലല്ലോ. യേശു വരുന്നത് വരെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കൊയർ ലീഡ് ചെയ്താലും അറിയത്തില്ല നമുക്ക് ചിലപ്പം അശുദ്ധാത്മാവുള്ളതാണോന്ന്. ഞാനിത് തമാശയ്ക്കൊന്നും പറയുന്നതല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ആ നിലയിൽ അനുഭവിക്കുമ്പോൾ മാത്രമേ അശുദ്ധാത്മാക്കൾക്ക് ഇറങ്ങിപ്പോകാൻ കഴിയത്തുള്ളൂ. ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ ആദ്യമായിട്ട് ഒരു സഭയിൽ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് ആദ്യം ഫീൽ ചെയ്തതെന്നറിയാമോ? ഇവിടെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലെന്ന. ആ സഭ എനിക്ക് കംഫർട്ടബിൾ അല്ലായിരുന്നു. ഐ ഫെൽറ്റ്, ഇത് 40 വർഷം മുമ്പിലത്തെ 1974 കാര്യമാണ് ഞാൻ പറയുന്നത്. 40 years back, the first time I went to a church, I felt I'm a sinner and all these people are saintly people and God is here. I went out. ഞാൻ പുറത്തു പോയി പൊട്ടിക്കരഞ്ഞു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അങ്ങനൊരു സഭ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ. 40 വർഷം മുമ്പ് ഞാൻ കയറി ചെന്ന ആദ്യത്തെ സഭയിൽ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുകയല്ലായിരുന്നു, എൻ്റെ സമാധാനം മുഴുവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഐ വെൻ്റ് ഔട്ട്. ഞാൻ ഇറങ്ങിപ്പോയി പുറത്ത് ചെന്ന് പൊട്ടിക്കരഞ്ഞു. കർത്താവോട് ഞാൻ പറഞ്ഞു, എനിക്ക് കർത്താവെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ അടുപ്പം കൊണ്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്കവിടെ നിന്ന് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഇതെന്തോ ഇത്, എനിക്കൊന്നും ഇതൊന്നും പറ്റില്ല, ഞാനൊരു പാപിയാ. ഇങ്ങനെ ഞാൻ പറഞ്ഞത്. അന്ന് എങ്ങനെ പറയണമെന്നൊന്നും അറിയത്തില്ലല്ലോ. എങ്ങനെ പറയണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് അതൊക്കെ പറഞ്ഞു. ഇപ്പം നമുക്കെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നുമില്ല. ഞാനൊരു പാപിയാ കർത്താവേ, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഐ വാസ് ലിറ്ററലി ക്രൈയിങ്. അല്ലാതെ സങ്കടം തോന്നിയതൊന്നുമല്ല. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. ആരും കാണാതിരിക്കാനാണ് പുറത്ത് ചാടിപ്പോയത്. എനിക്കവിടെ ഇരിക്കാൻ പറ്റിയില്ല. അതാണ് ചർച്ച്. ഇന്ന് എവിടെയാ സഭ? ഒരു അശുദ്ധനോ അവിശ്വാസിയോ നിങ്ങളുടെ മധ്യത്തിലേക്ക് വരുമ്പോൾ വാസ്തവമായി ദൈവം ഇവരുടെ ഇടയിലുണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ് യഥാർത്ഥ സഭയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സഭയാണ് നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്നത്. ആ അശുദ്ധാത്മാവ് അവനെ, ഇതിനകത്തെ ഒരു രസകരമായ കാര്യം, അശുദ്ധാത്മാവ് എന്തോ പറയുന്നതെന്നറിയാമോ? നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. പിശാച് എന്തോ പറഞ്ഞു? നീ ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു എന്തോ പറഞ്ഞു? മുനെ ആ മൈക്കിങ് എടുത്തേ. എന്തോ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ കേക്കട്ടെ. എന്തോ പറഞ്ഞേ? ഞാൻ ദൈവത്തിന്റെ. ഈ ചില പാർട്ടികളൊക്കെ അശുദ്ധാത്മാവ് ബാധിച്ചവന്റെ മുഖത്തോട്ട് വായിലോട്ട് ഇങ്ങനെ മൈക്ക് പിടിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് പുച്ഛമല്ല എന്തോ തോന്നുന്നറിയില്ല. യേശു എന്ത് ചെയ്തു? മിണ്ടരുത്, അതല്ലേ പറഞ്ഞത്? അശുദ്ധാത്മാവ് ബാധിച്ചവനെ കൊണ്ട് മൈക്കിൽ കൂടെ പറയിക്കാനാണോ വേദോസം പഠിപ്പിക്കുന്നത്? ടി വിയിലൊക്കെ കാണാമല്ലോ നിങ്ങൾക്ക്. ഈയിടെ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, ഒരു പാസ്റ്റർ ഇതേപോലെ തന്നെ ഒരു അശുദ്ധാത്മാവിനെ പുറത്താക്കി പോയി. ദൈവദാസനാണ് ഇയാള്, ദൈവദാസനാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടെ ബ്രദറെ, എന്നാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ചോദിച്ചു, എന്തോ പാസ്റ്റർ ഇത്? ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. അശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം വേണോ നിങ്ങൾക്ക് നിങ്ങൾ വിശുദ്ധനാണെന്ന് തിരിച്ചറിയാൻ? നിങ്ങൾ മനസ്സിലാക്കുക, ദിസ് ഇസ് ടോട്ടലി അൺബിബ്ലിക്കൽ. കർത്താവ് എന്ത് ചെയ്തു? പൗലോസ് എന്താ ചെയ്തത്? സോർസറായിട്ടുള്ള ആ പെൺകുട്ടി എന്താ പറഞ്ഞത്? ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഇതുപോലെ അവൾ പറഞ്ഞതെന്നറിയാമോ? ഇവർ ദൈവത്തിൻ്റെ ദാസന്മാർ, ഇവർ രക്ഷാമാർഗം നിങ്ങളോട് ഉപദേശിക്കുന്നു. എല്ലാവരും ഇത് കേട്ടേ, കണ്ടോ? ദുഷ്ടാത്മാവിന് വരെ അറിയാം ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ സുവിശേഷമെന്ന് പറഞ്ഞോ? ഇല്ല. പൗലോസ് പറഞ്ഞു മിണ്ടരുത്. പൗലോസ് മുഷിഞ്ഞ് ശാസിച്ചു, അവളുടെ ഭൂതത്തോട് പുറത്തു പോകാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവന്, അല്ലെങ്കിൽ യേശുവിനും യേശുവിൻ്റെ മക്കൾക്കും അവന് വേറെ ആരുടെ സാക്ഷ്യം ആവശ്യമില്ല. പിശാചിൻ്റെ സാക്ഷ്യം അവന് ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഈ പള്ളിയിലെ അശുദ്ധാത്മാവ് ബാധിച്ചവനെ സൗഖ്യമാക്കിയത് കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാട് എല്ലാം പരന്നു. എല്ലാവരും പറഞ്ഞു, കണ്ടോ യേശു ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അടുത്തത് കർത്താവ്, ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പത്രോസിൻ്റെ അമ്മാവിയമ്മയെ സൗഖ്യമാക്കുന്ന കാര്യമാണ്. 1-ാം അധ്യായത്തിൻ്റെ 29-31 വരെയുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഫലം എന്താണ് എന്ന് ചോദിച്ചാൽ 32 മുതൽ ഉള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം
സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതിൽക്കൽ വന്നു കൂടിയിരുന്നു. എല്ലാവരും ഇടിച്ചു തള്ളിയ ആള്. എന്ത്? പള്ളിയിൽ ഭൂതം പുറത്തായി, പത്രോസിന്റെ വീട്ടിൽ അമ്മായിയമ്മ സൗഖ്യമായി. അതിൻ്റെ ജനങ്ങളുടെ റെസ്പോൺസ്, എല്ലാവരും വലിയ ക്രൗഡാണ്, ഭയങ്കര ക്രൗഡാണ്. ഇന്നും അങ്ങനെയാ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താണ്? ഭയങ്കര ക്രൗഡാണ്. യേശു എന്തോ ചെയ്തു? എന്നാൽ പിന്നെ നമുക്കൊരു മീറ്റിംഗ് ഒരാഴ്ചത്തെ കൂടെ അങ്ങ് നീട്ടി വെക്കാം. ഏതാ? ഒരു വലിയ ക്രൂസൈഡ് നടക്കട്ടെ, ഒരു മെഗാ ക്രൂസൈഡ്. കാര്യം ഇത് ഭയങ്കര സക്സസ് ആണെന്ന് പറഞ്ഞാൽ അതാണോ കാണിക്കുന്നത്? അല്ല. എന്താ കാണുന്നത്? അവിടെ 34-ാമത്തെ നാനാവ്യാധികളാൽ വലഞ്ഞ അനേകരെ അവൻ സൗഖ്യമാക്കി, അനേകം ഭൂതങ്ങളെ പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിവുകൊണ്ട് സംസാരിപ്പാൻ അവരെ സമ്മതിച്ചില്ല. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. ജീസസ് വിഡ്രൂ. മെഗാ ചർച്ച് നടത്തുകയല്ല, മെഗാ ക്രൂസൈഡ് നടത്തുകയല്ല. അവൻ രോഗികളെ സൗഖ്യമാക്കിയ വാർത്ത കണ്ടോണ്ട് ചിലപ്പോൾ ആളുകൾ പലപ്പോഴും പറയാനുണ്ട്, ബ്രദറെ അങ്ങനെയുള്ള അത്ഭുതമൊക്കെ നടക്കണം, ആൾക്കാർ കൂടണമെങ്കിൽ. എന്തിനാ ആളെ കൂട്ടുന്നത്? ആള് കൂടിയപ്പോൾ യേശു എന്താ ചെയ്തത്? അവരെ ഇട്ടേച്ചു പോയി. രോഗസൗഖ്യം കണ്ട് വരുന്ന ആളുകളെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്തില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ എന്ത് ചെയ്തു? പോയി കർത്താവിന്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. ഗുരു, നിനക്കറിയാമോ ഇപ്പൊ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത് അറിയാമോ? കപർന്നൗമിൽ നിന്ന് ആൾക്കാർ വന്നു, ഗലീലയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, പിന്നെ അടുത്ത പട്ടണങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുക. ഒത്തിരി പേര്, എത്ര പേരെ വരുന്ന അറിയത്തില്ല. 10 ദെക്കപ്പലി നാടുകളിൽ എല്ലായിടത്തും നിന്റെ പേര് പരന്നിരിക്കുകയാണ്, ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കമോൺ, നീ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ? നീ ഇവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ? ശുശ്രൂഷയ്ക്കുള്ള വലിയ അവസരം കിട്ടിയിരിക്കുകയല്ലേ ബ്രദറെ, വന്നാട്ടെ. ഇത് ആൾക്കാർ പറയുന്നത്. കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോക, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ട് വന്നിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, അവരെയൊക്കെ പറഞ്ഞുവിട്. അതെന്താ? അവരെ നിന്റെ പ്രസംഗം കേൾക്കാനൊന്നുമല്ല വരുന്നത്, അവർ സൗഖ്യം കിട്ടാനാണ് വരുന്നത്. ഞാനും പിതാവുമായിട്ട് ഒരു ഡിസ്കഷനിലായിരുന്നു. പിതാവ് എന്നോട് പറഞ്ഞു, നീ എന്തുവാ, നിന്റെ ഡീവിയേഷൻ ഉണ്ടാകരുത് മോനെ, ചുമ്മാ രോഗികൾ സൗഖ്യമായെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് നീ നടക്കരുത്. നിന്നെ ഞാൻ അയച്ചെന്തിനു വേണ്ടിയാണ്? സകല ഊരുകളിലും പോയി എന്ത് ചെയ്യണം? സുവിശേഷം പ്രസംഗിക്കണം. പ്രഘോഷണ ശുശ്രൂഷയാണ് ഏറ്റവും വലിയ ശുശ്രൂഷ, രോഗശാന്തി ശുശ്രൂഷ അല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. രോഗശാന്തി ശുശ്രൂഷ അല്ല ഏറ്റവും വലിയ ശുശ്രൂഷ. എന്ത് ശുശ്രൂഷയാണ് വലുത്? സുവിശേഷം പ്രസംഗിക്കുന്നതാണ്. ഇതിനായിട്ടല്ല, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് എന്ത്? ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ട് വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ തമ്പടിച്ച് ക്രൂസൈഡ് നടത്തി രോഗികളെ സൗഖ്യമാക്കി പറഞ്ഞുവിടാൻ വേണ്ടിയല്ല. ഞാൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രസംഗിക്കാൻ. അടുത്ത ഊരുകളിലും ഞാൻ പ്രസംഗിക്കേണ്ടതാണ്, സുവിശേഷത്തിന്റെ പ്രസംഗം. അതിനിടയ്ക്ക് ചിലപ്പോൾ ഭൂതങ്ങൾ പുറത്തായിരിക്കും. പിന്നെയും നമ്മൾ കാണുന്നുണ്ട്, അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. ഭൂതമുള്ളവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറത്താക്കാതിരിക്കാൻ പറ്റും. അല്ലാതെ ഭൂതത്തെ പുറത്താക്കാൻ പോയതല്ല. ഭൂതമുള്ളവനെ കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? പുറത്താക്കുന്നു. അതൊക്കെ ഞങ്ങളും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ ശുശ്രൂഷയും ഞാനും ചെയ്യുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച് രോഗികൾ സൗഖ്യമാകുന്നു, ഞാൻ പ്രാർത്ഥിച്ച് ഭൂതങ്ങൾ പുറത്തു പോകുന്നു. ഇതൊന്നും വലിയ ആനക്കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 100 കണക്കിന് ആളുകൾ ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യമായിട്ടുണ്ട്, 100 കണക്കിന് ഭൂതങ്ങൾ പുറത്തു പോയിട്ടുണ്ട്. ഇതൊക്കെ കഥ ഉണ്ടാക്കിക്കൊണ്ട് എല്ലായിടത്തും വിളിച്ചു പറഞ്ഞു നടക്കാനെന്ന് എന്നെ കിട്ടത്തില്ല. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ്. എന്ത്? എവിടെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആരൊക്കെ സൗഖ്യമായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രസംഗം. പിന്നെ യേശുവിനെയല്ല പ്രസംഗിക്കുന്നത്, എന്നെയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ, ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ, യേശു പറഞ്ഞു, ഞാൻ കഫർന്നൗമിലായിരുന്നപ്പോൾ 7 ഭൂതങ്ങളെ പുറത്താക്കി, ഞാൻ ഗലീലയിലായിരുന്നപ്പോൾ 4 ക്യാൻസർ രോഗികൾ സൗഖ്യമായെന്നുള്ള യേശു പറഞ്ഞു. ഞാൻ എപ്പോഴും പറയും, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്തിട്ട് പോയാൽ പോലെ നീ എന്തിനാ ഇതിനെ കൂടെ വിളിച്ചു പറഞ്ഞു നടക്കുന്നത്? എന്തിനാ ഈ വിളിച്ച് കയറ്റി സാക്ഷിയെല്ലാം പറയിക്കുന്നത്? ഗിവ് എ ക്ലാപ്പ് ഓഫറിങ് ടു ദ ലോർഡ്. എന്തോന്ന് ക്ലാപ്പ് ഓഫറിങ്? എവിടുത്തെ വാക്കാ ഇതൊക്കെ? ലോർഡിനാണോ കൊടുക്കുന്നത്? എന്തിനാണ് ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യമായാണ് ഞാൻ ഈ സ്റ്റേജിലേക്ക് കയറ്റുന്നത്? ഒന്നാമത്തെ കാര്യം എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഞാൻ പ്രാർത്ഥിച്ചു ഒരാൾ സൗഖ്യമായി, അയാളെ എന്തിനാണ് ഞാൻ ഈ സ്റ്റേജിലേക്ക് കയറ്റുന്നത്? സ്റ്റേജിലേക്ക് കയറ്റിയിട്ട് എന്തിനാണ് ഈ കൈ പൊട്ടിക്കുന്നത്? ആർക്കായി കൈയടി? ദൈവത്തിനാണോ? നിങ്ങൾ ആത്മാർത്ഥതയോടെ ഇത് പറയുമ്പോൾ എന്തുവാ, ദൈവം ചെയ്ത മഹാത്ഭുതമേ എന്ന് ഒരു മനുഷ്യൻ്റെ പോലും മനസ്സിൽ പോകുന്നില്ല. ഇയാൾ ഏതാണ്ട് വലിയ ആനയാണെന്നാ എല്ലാവരുടെയും മനസ്സിൽ പോകുന്നല്ലേ? അല്ലാതെ എന്തോന്നാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഡു യു തിങ്ക് ദാറ്റ് ദിസ് ഈസ് ഗോഡ്ലി, ഒരു ദൈവികമായ കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇത് സ്വയം മഹത്വം എടുക്കാനായിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഗിമ്മിക്സ് ആണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഗിവ് എ ക്ലാപ്പ് ഓഫറിങ് ടു ദ ലോർഡ്. ഇവന് കയ്യടി കിട്ടാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഇത് പറഞ്ഞേ പറ്റൂ. വി നീഡ് ടു ടെൽ ഇറ്റ്. പിന്നെ
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിച്ചു ആളുകൾ സൗഖ്യമാകുമെന്ന് പറഞ്ഞതെന്നറിയാമോ? അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചും ഭൂതങ്ങൾ പുറത്ത് പോകുമെന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ യുവന്മാർ പറയുന്നതെന്നറിയോ? അയാൾക്ക് ഇതില്ലാത്തത് കൊണ്ട് കൊതിക്കറുവാന്ന് പറയും. അതുകൊണ്ട് പറഞ്ഞതാ. എനിക്ക് പ്രവചനപരമുണ്ട്, എനിക്ക് ഞാൻ പ്രാർത്ഥിച്ച് രോഗികൾ സൗഖ്യമാകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച് ഭൂതങ്ങൾ പുറത്താകുന്നുണ്ട്. ഇതെല്ലാം കാര്യം ഞാൻ ആഫ്രിക്കയിലും ഒറീസയിലും ഞാൻ പോകുന്ന സ്ഥലത്ത് ഇതെല്ലാം ഒത്തിരി ഉള്ള സ്ഥലമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് പക്ഷെ ഞാൻ അവിടെ ചെല്ലുന്നത് അതിനല്ല. ഞാൻ ചെല്ലുന്നത് എന്തിനു വേണ്ടിയാണ്? സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ്. അവിടെ രോഗിയായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. ഐ പ്രേ ഫോർ എനിബഡി ഹൂ come towards me to pray. I will do that. എനിക്ക് ആരും രോഗികളായി കണ്ടിന്യൂ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഒരുത്തനും ഭൂതഗ്രസ്തനായി കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടോ? എൻ്റെ ആഗ്രഹം എന്താണ്? എല്ലാവരും സൗഖ്യമാകണമെന്നും, എല്ലാവരും ഭൂതത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നും, എല്ലാവരും നന്നായി ജീവിക്കണമെന്നും. ഒരാൾക്ക് ജോലി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും. അവൻ എന്നും ജോലിയില്ലാതെ പട്ടിണി കിടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒന്നുമല്ല. പക്ഷേ എന്നെ കർത്താവ് അയച്ചിരിക്കുന്നത് ഇവിടെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം കൊടുത്തേച്ച് പോകാനല്ല. ആത്യന്തികമായി ഞാൻ എനിക്ക് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെ ദൈവം അയച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്നെ ദൈവം അയച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ യേശു പോയ കൂട്ടത്തിൽ എന്ത് ചെയ്തു? അവൻ അവിടെ പള്ളികളിൽ ഉപദേശിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. ഒരു ഭൂതഗ്രസ്തനെ കണ്ടാൽ പുറത്താക്കണം, അല്ലാതെ എന്ത് ചെയ്യാനാ? യു നീഡ് ടു പ്രേ ഫോർ ഹിം. അതിനുവേണ്ടി പ്രത്യേകിച്ച് വരദാനമുള്ളവരൊന്നും വരണമെന്ന് കാര്യമൊന്നുമില്ല. എന്നാൽ ഇവിടെ പിതാവുമായുള്ള സംസർഗത്തിൽ അവൻ കർത്താവ് മനസ്സിലാക്കിയ ഒരു കാര്യം വീണ്ടും അവൻ പോയി ഉപദേശം പ്രസംഗിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എല്ലാം സഹിക്കുന്ന സ്നേഹം, എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം, എല്ലാം വിശ്വസിക്കും സ്നേഹം, എല്ലാം പൊറുക്കുന്ന സ്നേഹം, എല്ലാം വിശ്വസിക്കും സ്നേഹം, എല്ലാം പൊറുക്കുന്ന സ്നേഹം, കാൽവരി ക്രൂശിലെ സ്നേഹം, യേശുവിൻ സ്നേഹം, കാൽവരി ക്രൂശിലെ സ്നേഹം, യേശുവിൻ സ്നേഹം. എപ്പോഴും ദയ കാട്ടും സ്നേഹം, ദോഷം കാണാത്ത സ്നേഹം, കാൽവരി ക്രൂശിലെ സ്നേഹം, യേശുവിൻ സ്നേഹം. എപ്പോഴും ദയ കാട്ടും സ്നേഹം, ദോഷം കാണാത്ത സ്നേഹം, കാൽവരി ക്രൂശിലെ സ്നേഹം, യേശുവിൻ സ്നേഹം. എല്ലാം സഹിക്കുന്ന സ്നേഹം,